ഓക്കെ, അപ്പോൾ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. ആ സർഫസിലെ എല്ലായിടത്തും ഒരേ പൊട്ടൻഷ്യൽ ആണെങ്കിൽ അത്തരം സർഫസുകളെ നമ്മൾ എന്ന് പറയും? ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്ന് വിളിക്കും അല്ലേ. എല്ലായിടത്തും ഒരേ സെയിം പൊട്ടൻഷ്യൽ ആയിരിക്കും. സെയിം പൊട്ടൻഷ്യൽ ആണെങ്കിൽ അതിനെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്ന് വിളിക്കും. അങ്ങനെ സെയിം പൊട്ടൻഷ്യൽ ആണെങ്കിൽ, ഒരു സർഫസിൽ എല്ലായിടത്തും സെയിം പൊട്ടൻഷ്യൽ ആണെങ്കിൽ ആ സർഫസിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലോട്ട് ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ വർക്കൊന്നും ചെയ്യണ്ട. കാരണം എന്താ? കാരണം ഒരു സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഇപ്പോൾ ഈ ബോർഡ് ഇക്വിപ്പെട്ട സർഫസ് ആണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് എടുത്തു എ, ഇവിടെ ഒരു പോയിന്റ് എടുത്തു ബി. ഈ രണ്ട് പോയിന്റിലെയും പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ. ഈ രണ്ട് പോയിന്റിലെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും അല്ലെ. പൊട്ടൻഷ്യൽ അറ്റ് എയും പൊട്ടൻഷ്യൽ അറ്റ് ബിയും സെയിം ആയിരിക്കും. അതുകൊണ്ടാണല്ലോ അതിനെ ഇക്വിപ്പെട്ട സർഫസ് എന്ന് വിളിക്കുക. അതുകൊണ്ട് തന്നെ എയ്ക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. കാരണം ഡിഫറൻസ് ഇല്ല, രണ്ടിനും ഒരേ പൊട്ടൻഷ്യലാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയിരിക്കും. നമുക്കറിയാം എയിൽ നിന്നും ബിയിലോട്ടൊരു ചാർജിനെ, ക്യൂ എന്ന് പറയുന്ന ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അല്ലേ. രണ്ട് പോയിന്റുകൾക്കിടയിൽ അല്ലേ, പക്ഷേ ഗവൺമെന്റ് അല്ലേ ഇപ്പോൾ ചോദിക്കണ്ടത്. രണ്ട് പോയിന്റുകൾക്കിടയിൽ ഒരു കൂളോം ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ആവശ്യമായ വർക്കാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ. അപ്പോൾ അതിനെ ക്യൂ കൊണ്ട് ഇന്ത്യ ക്യൂ ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ആവശ്യമായ വർക്ക് കിട്ടും. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയതുകൊണ്ട് വർക്കും എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. വർക്കും 0 ആയിരിക്കും. അതായത് ഒരു ചാർജിനെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്യണ്ട? വർക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഇൻ എൻ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ഈസ് 0 എന്ന് പറയാം. അതൊന്നാമത്തെ പോയിന്റ് ആണ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത്. നോ വർക്ക് ഈസ് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ബിറ്റ്വീൻ എനി 2 പോയിന്റ്സ് ഓൺ എൻ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ഒക്കെ ഒരു പ്രാവശ്യം എക്സാം ചോദിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ രണ്ട് പോയിന്റുകൾക്കിടയിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആണെങ്കിൽ. അടുത്ത, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഹെൻസ് ലൈൻസ് ഓഫ് ഫോഴ്സ് അറ്റ് എവരിവെയർ ഈസ് റൈറ്റ് ആംഗിൾസ് ടു ദി ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ചാർജ് എടുത്ത് ഇവിടെ വെച്ചാൽ, ഇവിടെ ഒരു ചാർജ് ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് കൺസിഡർ ചെയ്താൽ, ഇതിൽ നിന്നും ഒരേ ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റുകളിലെല്ലാം ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും, സെയിം പൊട്ടൻഷ്യൽ ആയിരിക്കും അല്ലേ. ഈ ചാർജിൽ നിന്നും ഒരേ ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റുകളൊക്കെ കൺസിഡർ ചെയ്താൽ ആ പോയിന്റുകൾക്കെല്ലാം എന്തായിരിക്കും? ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. അപ്പോൾ ഇതൊരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഈ ഇക്യു പൊട്ടൻഷ്യൽ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന് എന്തായിട്ടേ പോകുള്ളൂ? ഇങ്ങനെയല്ലേ, പെർപെൻഡിക്കുലർ ആയിട്ടേ പോകുള്ളൂ. ഒരിക്കലും ഒരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ചരിഞ്ഞു പോവില്ല. കാരണം അങ്ങനെ ചരിഞ്ഞു പോവുകയാണെങ്കിൽ, ഈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ചരിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇത് ഈ കോസ് തീറ്റയും ഇത് ഈ സൈൻ തീറ്റയൊക്കെ ആവും അല്ലേ. നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഇക്യു പൊട്ടൻഷ്യൽ സർഫസിൻ്റെ അതേ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും. ഇക്യു പൊട്ടൻഷ്യൽ സർഫസിൻ്റെ അതേ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്യു പൊട്ടൻഷ്യൽ സർഫസിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ എന്ത് ചെയ്യേണ്ടി വരും? വർക്ക് ചെയ്യേണ്ടി വരും. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡിനെതിരെയോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലോ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ വർക്ക് ചെയ്യേണ്ടി വരും. വർക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കില്ല അല്ലേ. നമ്മൾ വർക്ക് ചെയ്യുന്നതോറും പൊട്ടൻഷ്യൽ കൂടി വരും. അപ്പോൾ അത് ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് അല്ലാതാവും. അതുകൊണ്ട് ഒരിക്കലും ഒരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ചരിഞ്ഞു വരില്ല. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും ഇങ്ങനെയായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും കേട്ടോ. പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും പോകും. ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരിക്കലും ചരിഞ്ഞു വരില്ല. അതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഒന്നാമത്തെ പ്രോപ്പർട്ടി, ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല.
രണ്ടാമത്തെ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും ഇക്വിപോട്ടർ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഇൻ എ ഫാമിലി ഓഫ് ഇക്വിപോട്ടർ സർഫസസ് ദ സർഫസസ് ആർ ക്ലോസർ ടുഗദർ വേർ ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് സ്ട്രോങ്ങർ ആൻഡ് ഫാർദർ അപ്പാർട്ട് വേർ ദ ഫീൽഡ് ഈസ് വീക്കർ. അപ്പോൾ ഇക്വിപോട്ടർ സർഫസുകൾ വരയ്ക്കുമ്പോൾ നമ്മളിവിടെ ഒരു ചാർജ് എടുത്തു കഴിഞ്ഞാൽ ഈ ചാർജിൽ നിന്നും ഒരു കുറച്ച് ദൂരെ അകലെയുള്ള ഒരു പോയിന്റ്, ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ 5 വോൾട്ട് ആണെന്ന് വിചാരിച്ചു. 5 വോൾട്ടാണ് പൊട്ടൻഷ്യൽ, ആ ചാർജ് കാരണം ഉണ്ടാക്കിയ പൊട്ടൻഷ്യൽ. അപ്പോൾ 5 വോൾട്ട് പൊട്ടൻഷ്യലുള്ള പോയിന്റുകളെല്ലാം കൂടെ ചേർത്ത് വരച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഒരു ഇക്വിപോട്ടൻഷ്യൽ സർഫസ് കിട്ടും. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? അടുത്ത ഇക്വിപോട്ടർ സർഫസ് വരയ്ക്കേണ്ടത് 5 വരച്ചു കഴിഞ്ഞാൽ അടുത്ത് 10 വരയ്ക്കും. 5 വെച്ച് കൂട്ടി വരയ്ക്കും. 10 പൊട്ടൻഷ്യലുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്താൽ അത് ഇതിനേക്കാളും കുറച്ചുകൂടെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. ഇവിടെ ആയിരിക്കും 10 വോൾട്ടിൻ്റെ പോയിന്റ്. ആ 10 വോൾട്ടിൻ്റെ പോയിന്റുകളെല്ലാം കൂടെ ചേർത്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? അടുത്ത ഇക്വിപോട്ടർ സർഫസ് കിട്ടും, രണ്ടാമത്തെ ഇക്വിപോട്ടർ സർഫസ് കിട്ടും. ഓക്കെ, അടുത്ത് 15 വരച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇപ്പോൾ ഇവിടെ ആയിരിക്കില്ല, കുറേ കൂടെ ദൂരെ ആയിരിക്കും. കാരണം നമുക്കറിയാം പൊട്ടൻഷ്യൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ആണ് അല്ലേ? R സ്ക്വയർ ആണ് അല്ലേ? പൊട്ടൻഷ്യൽ അങ്ങനെ വരുന്നത് കൊണ്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ചുകൂടെ ദൂരെ വരും. അടുത്ത് ഇത് 15, അടുത്ത് 20 വരച്ചു കഴിഞ്ഞാൽ ഇങ്ങ് വരും, വളരെ ദൂരെ ആയിരിക്കും, ഇവിടെ ആയിരിക്കും, ഇതുവഴിയായിരിക്കും പോകണം. ഓക്കെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വിപോട്ടർ സർഫസുകൾ വളരെ അടുത്തടുത്താണുള്ളതെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വളരെ കൂടുതലാണ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരെ പറയും പോലെ തന്നെയാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വളരെ അടുത്തടുത്തുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വളരെ കൂടുതലാണെന്ന് പറയില്ലേ? അതുപോലെ തന്നെ ഇക്വിപോട്ടർ സർഫസുകൾ വളരെ അടുത്തടുത്തുള്ള സ്ഥലം, വളരെ ക്ലോസ് ആണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും കേട്ടോ. Equipolar surfaces are very close to each other, that indicates that in that region electric field intensity is very strong. അത് നിങ്ങളുടെ ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്, എഴുതിയൊന്നും വേണ്ട, വായിച്ചു നോക്കിയാൽ മതി, ഞാൻ വഴി പറഞ്ഞുതരാം. പിന്നെ ഫാമിലി ഓഫ് ഇക്വിപോട്ടർ സർഫസസ്, ഇക്വിപോട്ടർ സർഫസിൻ്റെ ഫാമിലി എന്നല്ല എൻ്റെ അർത്ഥം, കൂട്ടം ഒരുപാട് ഇക്വിപോട്ടർ സർഫസുകൾ കൺസിഡർ ചെയ്താൽ the surfaces are closer together where the electric field is stronger. എവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് വളരെ കൂടുതൽ അവിടെ ഇക്വിപോട്ടർ സർഫസുകൾ വളരെ അടുത്തടുത്തായിരിക്കും, വളരെ ക്ലോസർ ആയിരിക്കും. ഫാദർ അപ്പാർട്ട് വേർ ദ ഫീൽഡ് ഈസ് വീക്കർ, എവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് കുറവ് അവിടെ ഇക്വിപോട്ടർ സർഫസുകൾ ദൂരെ ആയിരിക്കും, ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും എന്നുള്ളത്. ഓക്കെ ആണോ? ദിസ് ഫോളോസ് ഒന്നും വേണ്ട, നമ്മൾ പഠിച്ച ഫോർമുല ഉണ്ടല്ലോ, E is equal to dV by E is equal to, ഓർമ്മയില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്, E is equal to dV by dr, പഠിച്ചില്ലേ? E is equal to dV by dr, പൊട്ടൻഷ്യൽ ഡിഫറൻഷ്യൽ ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അതായത് ഒരു ഡിസ്റ്റൻസ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എത്രമാത്രം മാറുന്നു, അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വളരെ സ്ട്രോങ് ആണെങ്കിൽ എന്താ അർത്ഥം? കുറച്ച് ദൂരം നീങ്ങിയാൽ മതി, പൊട്ടൻഷ്യൽ പെട്ടെന്ന് കൂടും, പെട്ടെന്ന് മാറും. അവിടെ വന്ന് ഇലക്ട്രിക് ഫീൽഡ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞ അർത്ഥം വളരെ കുറച്ച് ദൂരം പോകുന്നതിന് പൊട്ടൻഷ്യൽ പെട്ടെന്ന് കൂടും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ 5 ആണെങ്കിൽ കുറച്ച് ദൂരം പോകുന്നതിന് അടുത്ത് 10 ആവും. അപ്പോൾ ഇക്വിപോട്ടർ സർഫസ് വളരെ അടുത്തടുത്ത് വരും അല്ലേ? വീണ്ടും കുറച്ച് ദൂരം പോകുന്നതിന് 15 ആവും. വളരെ വീക്ക് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ 5 അടുത്ത് 10 ആവണമെങ്കിൽ കുറേ ദൂരം പോകണം, കുറേ ദൂരം പോയാലേ 10 ആവുള്ളൂ. അപ്പോൾ അവിടെ ഇക്വിപോട്ടർ സർഫസുകൾ വളരെ ദൂരെ ആയിരിക്കും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, അത്രയും ഡീപ്പായിട്ടൊന്നും പഠിക്കണ്ട, ഇത്രേ ഉള്ളൂ. ഇക്വിപോട്ടർ സർഫസ് അടുത്തടുത്താണെങ്കിൽ എന്തായിരിക്കും? അവിടെ സ്ട്രോങ്ങർ ആയിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വളരെ സ്ട്രോങ് ആയിരിക്കും. സോ ഇത് വീഡിയോ ഓൺ ചെയ്ത് കേട്ടോ, ഞാൻ പിന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വന്നേ, അപ്പോഴാണ് ഓൺ ചെയ്തത്. ഇയാൾക്ക് മനഃപൂർവ്വം ക്ലാസ് തുടങ്ങുന്ന സമയത്ത് വെളിയിരിക്കുന്ന അകത്ത് കയറി റേഞ്ചില്ലാത്ത റൂമിനകത്ത് കയറി, എന്നിട്ട് പറയാം റേഞ്ചില്ല. ഇല്ല സർ, ഇവിടെ ശരിക്കും ഒന്നുമില്ല. പിന്നെ സൗണ്ട് പറഞ്ഞു. ഓക്കെ, അടുത്ത നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിപോട്ടൻഷ്യൽ സർഫസുകൾ പരസ്പരം എന്ത് ചെയ്യില്ല? കൂട്ടിമുട്ടില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. ഇക്വിപോട്ടർ സർഫസുകൾ പരസ്പരം കൂട്ടിമുട്ടില്ല. കാരണം എന്താ?
ഇതൊരു ഇക്വിപോട്ടൽ സർഫസ്, ഇത് 5 വോൾട്ടിൻ്റെ ഇക്വിപോട്ടൽ സർഫസ്, ഇത് മറ്റൊരു ഇക്വിപോട്ടൽ സർഫസ്, അത് 8 വോൾട്ടിൻ്റെ ഇക്വിപോട്ടൽ സർഫസ് ആണെങ്കിൽ ഇവന്മാർ കൂട്ടിമുട്ടുകയാണെങ്കിൽ ഈ കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് 2 ഇക്വിപോട്ടൽ സർഫസിലും ഉണ്ട്. 2 ഇക്വിപോട്ടൽ സർഫസിലുള്ള പോയിന്റാണ്. അപ്പോൾ ഇത് ഈ ഇക്വിപോട്ടൽ സർഫസിലെ പോയിന്റ് ആണെങ്കിൽ അവിടുത്തെ വോൾട്ടേജ് എത്രയായിരിക്കണം? 8 വോൾട്ട് ആയിരിക്കണം. ഓക്കെ, അതേസമയം ഇതിൻ്റെയും പോയിന്റ് ആണ് അല്ലേ, 5 വോൾട്ട്, ഈ 5 വോൾട്ട് ലൈനിൻ്റെയും പോയിന്റ് ആണ്. അതാണെങ്കിൽ അത് എത്രയായിരിക്കണം? 5 വോൾട്ട് ആയിരിക്കണം. ശരിയല്ലേ? അപ്പോൾ ആ പോയിന്റിൽ ഒരേ സമയം 8 വോൾട്ടും വേണം, 5 വോൾട്ടും വേണം. കാരണം 2 ഇക്വിപോട്ടൽ സർഫസിലുള്ള പോയിന്റ് ആയാൽ അതിന് ഒരേ സമയം 2 പൊട്ടൻഷ്യൽ കാണണം. അങ്ങനെ ഒരിക്കലും ഒരു പോയിന്റിൽ 2 പൊട്ടൻഷ്യൽ വരില്ല, അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ പോയിന്റിലോട്ട് ഇൻഫിനിറ്റി എന്ന് ഒരു കൂളോം ചാർജിനെ കൊണ്ടുവയ്ക്കാൻ വർക്ക് 8 ജൂളും ചെയ്യണം, 5 വോൾട്ട് ജൂളും ചെയ്യണം. അങ്ങനെ വരില്ലല്ലോ, ഏതെങ്കിലും ഒരു വർക്കല്ലേ വരുള്ളൂ. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലല്ലോ അല്ലേ? അതുകൊണ്ട് 2 ഇക്വിപോട്ടൽ സർഫസുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? കൂട്ടിമുട്ടില്ല. 2 ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളും കൂട്ടിമുട്ടില്ല. അല്ല, നമ്മൾ അവിടെ പഠിച്ചാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കൂട്ടിമുട്ടുകയാണെങ്കിൽ ആ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡിന് 2 ഡയറക്ഷൻ കാണും. അതുപോലെ ഇക്വിപോട്ടൽ സർഫസ് കൂട്ടിമുട്ടുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡയറക്ഷൻ ഇല്ലാത്തതുകൊണ്ട് വാല്യൂ മാത്രമേ ഉള്ളൂ. 2 ഇക്വിപോട്ടൽ സർഫസുകൾ കൂട്ടിമുട്ടിയാൽ അവിടെ ഒരേ സമയം 2 വാല്യൂകൾ എന്ത് ചെയ്യും? കാണും. 2 വാല്യൂകൾ കാണും. ശരി, ഇനി വീഡിയോ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യണം കേട്ടോ. ഒറിജിനൽ ആയിട്ട് ചാർജ് കൊണ്ട് വെച്ചാൽ ഇപ്പം 2 ചാർജ് കൊണ്ടുവച്ചാൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് 2 ഉണ്ടാക്കില്ല. 2 ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പം എന്ത് ചെയ്യും? അപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ 2 ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. എന്താണ് പ്രശ്നം? 2 ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായാൽ സാറല്ലേ കൂട്ടി ഇവിടെ ഒരു ചാർജ് കൊണ്ട് വെച്ചു, ഇവിടെ ഒരു ചാർജ് പ്ലസ് ഒരു 5 കൂളം അതിലും കൊണ്ട് വെച്ചു, ഇപ്പുറത്ത് ഒരു ചാർജ് വെച്ചു Q1 Q2. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കാരണം ഈ പോയിന്റിൽ ഇത് രണ്ടും കാരണം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒന്നാമത്തത് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, രണ്ടാമത്തത് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. ഇത് രണ്ടും കൂടെ കൂടി ചേർന്ന് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും അല്ലേ, വെക്ടർ അഡീഷൻ ഉപയോഗിച്ച് അല്ലേ? അപ്പോൾ ഇങ്ങോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് കാണും. അത് രണ്ടും കൂടെ കൂടിച്ചേർന്നുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഏതാണോ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഏതാണോ അങ്ങോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. അല്ല, 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കില്ല. നമ്മൾ പഠിച്ചില്ലേ, പ്ലസ്സും പ്ലസ്സും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരച്ചില്ലേ, ഇങ്ങനെ പോകും, ഇങ്ങനെ വരച്ചില്ലേ അല്ലേ? ആ വരകളെന്ന് പറയുന്നത് 2ൻ്റെയും ഇലക്ട്രിക് ഫീൽഡുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനാണ്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തുണ്ടാകുന്നതാണ്. അല്ലാതെ നമ്മൾ ഇങ്ങനെ വരയ്ക്കും, അല്ലെങ്കിൽ നമ്മൾ എന്ത് വരയ്ക്കും? +Q മാത്രമാണെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ലേ വരയ്ക്കണം ഇല്ലേ? +Q മാത്രമാണെങ്കിൽ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടല്ലേ വരയ്ക്കണം, ഇങ്ങനെയല്ലേ വരയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു പ്ലസും കൂടെ കൊണ്ട് വെച്ചാൽ പിന്നെ അതിൻ്റെ വരെയും കൂടെ ഇങ്ങനെ വരണ്ടേ? ഇങ്ങനെയല്ലേ വരയ്ക്കേണ്ടത്? നമ്മൾ ഇങ്ങനെയാണോ വരയ്ക്കുന്നത്? ഇതല്ലേ നീ ഉദ്ദേശിച്ചത്? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂട്ടിമുട്ടും. അങ്ങനെയല്ല, നമ്മൾ ഫിസിക്സിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുന്നത് അത് രണ്ടും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വയ്ക്കും. പോസിറ്റീവ് ചാർജ് എങ്ങോട്ടാണോ മൂവ് ചെയ്യണം ആ ഡയറക്ഷനിൽ വരയ്ക്കും. പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യണത് 2ൻ്റെ ഇലക്ട്രിക് ഫീൽഡുകൾ കൂടിച്ചേർന്നുണ്ടായ ഇലക്ട്രിക് ഫീൽഡിലായിരിക്കും മൂവ് ചെയ്യണം. അതിൻ്റെ ടോട്ടൽ എഫക്റ്റ് എങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കേട്ടോ. പൊട്ടൻഷ്യലും അങ്ങനെ തന്നെയാണ്. 10, 20 ചാർജ് കൊണ്ട് വെച്ചാലും അതെല്ലാത്തിൻ്റെയും പൊട്ടൻഷ്യൽ ഒരു സ്ഥലത്ത് എത്ര ഉണ്ടാവും അതാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ. അങ്ങനെയാണ് അത് വരയ്ക്കണം കേട്ടോ. അപ്പോൾ 2 ഇക്വിപോട്ടൽ സർഫസുകൾ കൂട്ടിമുട്ടില്ല. ഇക്വിപോട്ടൽ സർഫസുകൾ അടുത്തടുത്താണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. ഇക്വിപോട്ടൽ സർഫസിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലവണ്ണം പഠിക്കുക. ടെക്സ്റ്റൊക്കെ വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആര് വായിക്കാനല്ലേ? എൻ്റെ കണ്ണാടി കാണാനില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇക്വിപോട്ടൽ സർഫസിൽ പഠിക്കേണ്ടത്. അടുത്തെന്താണ്? ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ചാണ് പഠിക്കാനുള്ളത് കേട്ടോ. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പഠിച്ചപ്പോൾ അവിടെ മൊത്തം നമ്മൾ ഫോഴ്സിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? ഒരു ഫോഴ്സ് ചാർജിലായിട്ടുള്ള ഫോഴ്സുകളെ കുറിച്ചാണ് മൊത്തം പഠിച്ചത്. ഇവിടെ ഫോഴ്സ് ഒന്നുമില്ല, ഇവിടെ മൊത്തം
പൊട്ടൻഷ്യൽ വന്നു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എന്ന് എനർജിയെ സൂചിപ്പിക്കുന്നത് അല്ലേ, വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ്, അതാണ് പൊട്ടൻഷ്യൽ അല്ലേ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്ഥലത്ത് ചാർജ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലം, ചാർജ് ഒന്നും ഇല്ലെങ്കിൽ അവിടെ എന്തില്ല, ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, പൊട്ടൻഷ്യൽ ഇല്ല, ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് ചാർജിനെ ആദ്യമായി ഞാൻ ഒരു ചാർജിനെ കൊണ്ടുവയ്ക്കുന്നു. ആ ചാർജിനെ കൊണ്ടുവയ്ക്കാൻ എത്ര വർക്കാണോ ഞാൻ ചെയ്യുക, ആ വർക്കായിരിക്കും അതിലെന്തായിട്ട് സ്റ്റോർ ചെയ്യുക, എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. ശരിയല്ലേ? അപ്പോൾ ചാർജോ പൊട്ടൻഷ്യലോ ഇലക്ട്രിക് ഫീൽഡോ ഒന്നുമില്ലാത്തൊരു സ്ഥലത്തേക്ക് ആദ്യമായി ഒരു ചാർജിനെ കൊണ്ടുവയ്ക്കുമ്പോൾ ഞാൻ എത്ര വർക്കാണോ അതിൽ ചെയ്യുക, അതാണ് അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി. ആ പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വർക്ക്. ഒരു ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് അവിടെ കൊണ്ടുവയ്ക്കാൻ ചെയ്യുന്ന വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പോൾ ആദ്യമായി ഒരു ചാർജിനെ ഞാൻ ഇൻഫിനിറ്റിയിൽ നിന്ന് നീക്കി ഒരു ചാർജിനെ ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. ആ ചാർജിനെ കൊണ്ടുവയ്ക്കാനായിട്ട് എനിക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. കാരണം അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, പൊട്ടൻഷ്യൽ ഇല്ല, ആ ചാർജിൽ ഒരു ഫോഴ്സും ആക്ട് ചെയ്യൂല. അതുകൊണ്ട് വർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഒരു ചാർജ് മാത്രം ഒരിടത്ത് ഇരിക്കുകയാണെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത്, ഇലക്ട്രിക് ഫീൽഡ് ഉള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കാൻ വർക്ക് ചെയ്യേണ്ടി വരും. ആൾറെഡി ഇലക്ട്രിക് ഫീൽഡ് ഉള്ള ഒരു സ്ഥലത്തേക്ക് ഒരു ചാർജിനെ കൊണ്ടുവയ്ക്കണമെങ്കിൽ ചാർജിൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് ഉള്ളിടത്ത് ഒരു ചാർജ് കൊണ്ടുവച്ചാൽ F=QE എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യും അല്ലേ. ആ ഫോഴ്സ് ആക്ട് ചെയ്യുക, അപ്പോൾ ആ ഫോഴ്സിനെതിരെ നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഇല്ലാത്ത ഒരു സംഭവം ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ആദ്യമായി ഒരു ചാർജിനെ കൊണ്ടുവയ്ക്കാൻ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വർക്ക് ഡൺ 0 ആയിരിക്കും. വർക്ക് ഡൺ ടു ബ്രിങ് ഫസ്റ്റ് ചാർജ് ഈസ് 0. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എനർജിയും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു സിംഗിൾ ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു സിംഗിൾ ചാർജ് ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയെന്ന് വെച്ചാൽ 0 ആണ്. അതവിടെ കൊണ്ടുപോയി വർക്ക് ഒന്നും ചെയ്യണ്ട കേട്ടോ. അപ്പോൾ വർക്ക് 0 ആയിരിക്കും. വർക്ക് 0 ആണ്, പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഇനി രണ്ടാമത്തെ ചാർജിനെ കൊണ്ടുവയ്ക്കാം. രണ്ടാമത് വീണ്ടും ഒരു ചാർജിനെ കൊണ്ടുവരാൻ പോകുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിംഗിൾ ചാർജ് പ്ലേസ്ഡ് എ റീജിയൻ ദെയർ ഈസ് നോ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ചാർജിനെ കൊണ്ടുവയ്ക്കാൻ വർക്കൊന്നും ചെയ്യേണ്ട. അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. അടുത്ത കേസ്, രണ്ടാമത് മറ്റൊരു ചാർജിനെ ഞാൻ കൊണ്ടുവരാൻ പോവുകയാണ്. മറ്റൊരു ചാർജിനെ ഞാൻ Q2 എന്ന് പറയുന്ന ചാർജിനെ കൊണ്ടുവരാൻ പോകുന്നത്. ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും എന്ത് ചെയ്യേണ്ടി വരും? വർക്ക് ചെയ്യേണ്ടി വരും. കാരണം ഒന്നാമത്തെ ചാർജ് ഞാൻ അവിടെ ആൾറെഡി കൊണ്ടുവച്ചപ്പോൾ ആ ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ആ ചാർജിന് ചുറ്റും പൊട്ടൻഷ്യൽ ഉണ്ടാവും. അതുകൊണ്ട് എന്താ വീഡിയോ ഓഫ് ചെയ്ത് കളിക്കണം. ബോർഡ് കണ്ടുകൂടെ അല്ലേ? ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചാർജ് ബോർഡ് കണ്ടുകൂടായിരുന്നല്ലേ. അപ്പോൾ ആദ്യത്തെ ചാർജിനെ കൊണ്ടുവയ്ക്കാൻ വർക്കൊന്നും ചെയ്യേണ്ട കേട്ടോ. വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. ഇനി രണ്ടാമത്തെ ചാർജിനെ ഞാൻ ഇൻഫിനിറ്റിയിൽ ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ ഓക്കെ, രണ്ടാമത്തെ ചാർജിനെ ഞാൻ ഇവിടെ കൊണ്ടുവയ്ക്കാൻ പോകാം. രണ്ടാമത്തെ ചാർജിനെ ഇൻഫിനിറ്റിയിൽ ദൂരെ നീക്കി ഇവിടെ കൊണ്ടുവച്ചു. ഇവിടെ കൊണ്ടുവയ്ക്കാനായിട്ട് ഞാൻ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. ഞാൻ ഉറപ്പായിട്ടും വർക്ക് ചെയ്യേണ്ടി വരും. കാരണം ഒന്നാമത്തെ Q1 എന്ന് പറയുന്ന ചാർജിന് ചുറ്റും എന്തുണ്ടായി? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. Q1ന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും വർക്ക് ചെയ്യണം. ആ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വർക്ക് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? എന്താണ് ഫോർമുല? വർക്ക് കണ്ടുപിടിക്കാൻ ഏത് ചാർജിനെയാണോ കൊണ്ടുവരുന്നത് ആ ചാർജിനെ എന്തുകൊണ്ട് ഇൻഡു ചെയ്യണം? എവിടെയാണോ നിങ്ങൾ കൊണ്ടുവയ്ക്കുന്നത് അവിടുത്തെ പൊട്ടൻഷ്യൽ കൊണ്ട് ഇൻഡു ചെയ്യണം. എവിടുത്തെ പൊട്ടൻഷ്യൽ? രണ്ടാമത്തെ പോയിന്റ്. ഇതാണ് രണ്ടാമത്തെ പോയിന്റിലെ പൊട്ടൻഷ്യൽ കൊണ്ട് ഇൻഡു ചെയ്യണം അല്ലേ. അതല്ലേ ഫോർമുല. വർക്ക് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താ? പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൂളോം ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ആ പോയിന്റ് കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്കാണ് പൊട്ടൻഷ്യൽ. ഒരു കൂളോമിന്. അപ്പോൾ Q2 കൊണ്ടുവന്നാൽ Q2 ഇൻറ്റു ആ പൊട്ടൻഷ്യൽ കൊണ്ട് ഇൻഡു ചെയ്യണം. Q2 ഇൻറ്റു V2 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ Q2 ഇൻറ്റു V2 ഉണ്ടാക്കുന്നത് ആരാ ഇവിടെ പൊട്ടൻഷ്യൽ ഉണ്ടാക്കിയത്? Q1 ആണ്.
Q1 ആണ് ഇവിടെ പൊട്ടൻഷ്യൽ ഉണ്ടാക്കിയത്. Q1 ഉം Q2 ഉം തമ്മിലുള്ള ദൂരം R12 ആണെങ്കിൽ, Q1 ഉം Q2 ഉം തമ്മിലുള്ള ദൂരം R12 ആണെങ്കിൽ നമുക്കറിയാം Q1 കാരണം Q2 എന്ന് പറയുന്ന സ്ഥലത്തുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4πε0. ആരാ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നത്? Q1. Q1 ആണ് പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ Q1 ഡിവൈഡ് ബൈ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ, Q1 ഡിവൈഡ് ബൈ R12 ആണ്. ശരിയല്ലേ? പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് പഠിച്ചിട്ടില്ലേ? 1/4πε0 Q/R. ഇവിടെ Q1/R ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും വർക്കായിരിക്കും ചെയ്യുക. ഇതിനൊന്ന് മനോഹരമാക്കി നമുക്ക് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാം: W വർക്ക് ഡൺ, ഏത് രണ്ടാമത്തെ ചാർജിനെ കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 1/4πε0 ആദ്യം എഴുതി, Q1 എഴുതി, Q2 എഴുതി, പിന്നെ R12 എഴുതി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ സ്ക്വയർ ഇല്ല. സ്ക്വയർ ഇട്ട് അത് കൂളോംസിലായി, രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സായി. ഓക്കെ, ഇത് വർക്കാണ്, വർക്ക്. ഇതാണ് അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്തോന്ന്? പൊട്ടൻഷ്യൽ എനർജി U എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച ഫോർമുല എന്താണ്? രണ്ട് ചാർജുകൾ, Q1 എന്ന് പറയുന്ന ഒരു ചാർജും Q2 എന്ന് പറയുന്ന മറ്റൊരു ചാർജും, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് R12 ആണെങ്കിൽ ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി 1/4πε0 Q1 Q2/R12 ആയിരിക്കും. ഇതാണ് നമ്മളിപ്പോൾ പഠിച്ച ഫോർമുല. രണ്ട് ചാർജുകൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി. ഒരു മിനിറ്റ്, ഹലോ, ആ ഉം, 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 ഉം. നല്ല കറക്റ്റ്. ഓക്കെ, അറിയില്ല ടീച്ചർ, എവിടെയാണ് ടൈം ടേബിൾ ഇടുന്നതെന്ന് അറിയില്ല. ഓ, ഉം, 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 ഉം. ഓക്കെ, ഏപ്പ, ഉം, ഓക്കെ, ഉം. അതിൻ്റെ മേലെ പുതിയ ടീച്ചറാണ്. ആ, അതെ. ആ, ശരി, ഓക്കെ. ഓക്കെ, അപ്പോൾ രണ്ട് ചാർജുകൾ മാത്രമാണെങ്കിൽ 1/4πε0 Q1 Q2/R12 ആണ്. ഓക്കെ, ഫോമിൽ പഠിച്ചല്ലോ. ഒരു ചാർജ് മാത്രമാണെങ്കിൽ ഇല്ല, പൊട്ടൻഷ്യൽ എനർജി ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത സ്ഥലത്താണ്. ഇലക്ട്രിക് ഫീൽഡ് ഉള്ള സ്ഥലത്ത് കൊണ്ട് വെച്ച് ഇതൊക്കെ മാറും. ഓക്കെ, അടുത്തിട്ട് മൂന്ന് ചാർജ് ആണെങ്കിലോ? മൂന്ന് ചാർജ് നിങ്ങൾ പഠിക്കാം. മൂന്ന് ചാർജ് ഡെറിവേഷൻ പഠിക്കണ്ട, അതെങ്ങനെയാണെന്ന് മാത്രം അതിൻ്റെ ഫോമിൽ എഴുതാൻ പഠിച്ചാൽ പോരെ. മൂന്ന് ചാർജുകളുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ എഴുതിയാൽ വേറെ നല്ല സംഭവം, നല്ല രസമാണ് എഴുതാൻ. ഒന്നാമത്തെ ചാർജ് Q1, രണ്ടാമത്തെ ചാർജ് Q2, മൂന്നാമത്തെ ചാർജ് ഇവിടെ എവിടെയെങ്കിലും വരയ്ക്കാം, Q3. Q1 ഉം Q2 ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് R12 എന്നും, Q1 ഉം Q3 തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? R13. Q2 ഉം Q3 തമ്മിലുള്ള ഡിസ്റ്റൻസ് R23. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കേണ്ട ഫോർമുല എത്രയേ ഉള്ളൂ? 1/4πε0. അത് എല്ലാത്തിലും വരും, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? കോമൺ ആയിട്ട് ഇട്ടു. 1/4πε0 എല്ലാത്തിലും വരും. ഇൻറ്റു ആദ്യം Q1 ഉം Q2 ഉം വെച്ച് എഴുതണം. Q1 Q2 ഡിവൈഡ് ബൈ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ്, പ്ലസ് അടുത്ത് Q1 ഉം Q3
അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് പ്ലസ് അടുത്ത് Q2ഉം Q3 അവ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇത്രയും തീർന്നു. ഇതാണ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കേണ്ട ഫോർമുല. ഇങ്ങനെ എത്ര ചാർജ് വേണമെങ്കിലും എഴുതാം. ഇതെങ്ങനെ എഴുതുന്നത്? 1 2 3 3 ചാർജ് ഉണ്ട് അല്ലേ? 1 2 3 എന്ന് എഴുതുക. എന്നിട്ട് ആദ്യം 1ഉം 2ഉം അല്ലേ? നമ്മൾ തോന്നുന്നു 3 പേരുണ്ട്, 3 പേരെ വെച്ച് 2 ടീം ഉണ്ടാക്കണം. എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം? ഒന്നാമത്തെ ആളെ രണ്ടാമത്തെ ആളെ സെലക്ട് ചെയ്യാം, ഒന്നാമത്തെ ആളെ മൂന്നാമത്തെ ആളെ സെലക്ട് ചെയ്യാം, രണ്ടാമത്തെ ആളെ മൂന്നാമത്തെ ആളെ സെലക്ട് ചെയ്യാം. അങ്ങനെയല്ലേ? അല്ലേ? ഒന്ന് വെച്ച് അങ്ങോട്ട് 1 വെച്ച് 2നെ എഴുതുക, അടുത്ത് 2 വെച്ച് 3നെ എഴുതുക. രണ്ടും തിരിച്ച് 2ൽ നിന്ന് 1 എഴുതരുത്, കാരണം 1ഉം 2ഉം 2ഉം ഒന്നും സെയിം ആണ്. Q1 Q2 എന്ന് പറഞ്ഞാലും Q2 Q1 എന്ന് പറഞ്ഞാലും സെയിം ആണ്. അങ്ങോട്ട് റൈറ്റിലോട്ട് മാത്രമേ പോകാം. ഇനി 4 ചാർജ് ഉണ്ടെങ്കിലോ? Q1 പടം വരയ്ക്കേണ്ട ആവശ്യമില്ല. Q1 Q2 Q3 Q4 4 ചാർജ് ഉണ്ട്. എവിടെയെങ്കിലുമൊക്കെ 4 ചാർജ് ഇരിക്കാൻ ഇത് നമ്മളുടെ ഡിസ്റ്റൻസ് 1ഉം 2ഉം R12 2ഉം 3ഉം R23 അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാൻ പറ്റും. U = 1/4πε0 4 ചാർജ്, അതായത് 1 2 3 4. ആദ്യം എന്ത് എഴുതണം? 1ഉം 2ഉം അല്ലേ? 1ഉം 2ഉം എഴുതുക, അതായത് Q1 Q2 /R1 പ്ലസ് അടുത്ത് എന്ത് എഴുതുക? 1ഉം 3ഉം അല്ലേ? അപ്പോൾ Q1 Q3 /R1 പ്ലസ് അടുത്ത് 1ഉം 4ഉം. അപ്പോൾ Q1 Q4 /R1 പ്ലസ്. തീർന്നില്ല, ഇനിയുണ്ട്. അടുത്ത് 2 വെച്ച് എഴുതാം. 2ഉം 3ഉം Q2 Q3 /R23 പ്ലസ് അടുത്ത് 2ഉം 4ഉം. അപ്പോൾ Q2 Q4 /R24. തീർന്നില്ല, ഇനിയുണ്ട്. 2 തീർന്നുണ്ട്, ഇനി 3 കൂടെ ഉണ്ട്. 3 ഒരെണ്ണേ കാണുള്ളൂ. ഏതാണ്? 3ഉം 4ഉം. 3ഉം 4ഉം Q3 Q4 /R34. ഇതോടുകൂടി തീർന്നു. ബ്രാക്കറ്റ് ക്ലോസ്. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഇത് കാണുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നും, പക്ഷേ ഇവിടെ നോക്കി, ഇവിടെ വരയ്ക്കുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് R1ഉം R2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് വേണം, R12 വേണം, R2 R3 തമ്മിലുള്ള ഡിസ്റ്റൻസ് വേണം, R23 വേണം, R23 അറിയണം, Q3യും Q4ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് വേണം, R34 വേണം, Q1ഉം Q4ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് വേണം, R14 വേണം. അതുപോലെ തന്നെ Q1ഉം Q3യും തമ്മിലുള്ള ഡിസ്റ്റൻസ് വേണം, R13. അതേപോലെ Q2ഉം Q4ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് വേണം, R24. ഇത്രയും ഡിസ്റ്റൻസ് അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഡിസ്റ്റൻസ് വേണം. അത് വെച്ചിട്ടാണ് ഈ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ്. ഒരുപാട് ചാർജുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇത്ര എണ്ണം വേണം എഴുതി 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 കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണോ? ഒന്നും ഡൗട്ട് ഉണ്ടോ? ശരി, അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. വർക്ക് ഡൺ ഇൻ റൊട്ടേറ്റിംഗ് ആൻഡ് ഇലക്ട്രിക് ഡൈപോൾ ഇൻ ഇലക്ട്രിക് ഫീൽഡ്സ്. അടുത്ത ടോപ്പിക്കാണ്, അടുത്ത ഫോമുലയാണ്. പുതിയ പുതിയ ഫോമുലകൾ ഇങ്ങനെ പഠിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അടുത്ത അപ്പോൾ അടുത്ത പോയിന്റ് എന്തായിരുന്നു? വർക്ക് ഡൺ ഇൻ റൊട്ടേറ്റിംഗ് ആൻഡ് ഇലക്ട്രിക്. Work done in rotating and electric. An electric dipole. Electric dipole. Electric dipole. Work done in rotating and electric dipole. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഡൈപോളിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? കറക്കാൻ പോവുകയാണ്. ഇലക്ട്രിക് ഡൈപോളിനെ ഞാൻ കറക്കാൻ പോവുകയാണ്. ഓക്കെ, എങ്ങനെ കറക്കാൻ പോകുന്നു? വെറുതെ വെച്ച് കറക്കിയാൽ വർക്കൊന്നും ചെയ്യേണ്ടി വരില്ല. ഇലക്ട്രിക് ഫീൽഡ് ഉള്ള സ്ഥലത്ത് വെച്ച് കറക്കണം. ഇലക്ട്രിക് ഫീൽഡ് ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഡൈപോളിനെ കറക്കാൻ നമ്മൾ എത്ര വർക്ക് ചെയ്യണം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മളിപ്പോൾ പഠിക്കുന്നത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് കേട്ടോ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, അതായത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇങ്ങനെ
ഈക്വൽ ഡിസ്റ്റൻസ് അകലെ നമ്മൾ എന്ത് വരയ്ക്കും? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കും അല്ലേ? ഇതാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇങ്ങനെ യൂണിഫോം ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡുള്ള ഈ സ്ഥലത്ത് ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് കൊണ്ടുവയ്ക്കുന്നു? ഒരു ഡൈപോളിനെ കൊണ്ടങ്ങ് വയ്ക്കുന്നു. ഒരു ഡൈപോളിനെ കൊണ്ടങ്ങ് വയ്ക്കുന്നു. ഡൈപോളിനെ കൊണ്ടുവയ്ക്കുന്നു. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് E ആണ്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ഡൈപോളിനെ കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. ഡൈപോളിൻ്റെ നെഗറ്റീവ് ചാർജ് ഇവിടെയും പോസിറ്റീവ് ചാർജ് മുകളിലും വരുന്ന രീതിയിൽ ഞാൻ എന്ത് വെച്ചു? ഒരു ഡൈപോൾ വെച്ചു. ഡൈപോളിൻ്റെ ഡിസ്റ്റൻസ് എന്താണ്? ഏതാണ്? ഓക്കെ, ഡൈപോളിൻ്റെ ഡിസ്റ്റൻസ് നമുക്കറിയാം. ഡിസ്റ്റൻസ് 2 നിങ്ങളുടെ 2 അല്ല എന്താ വിളിച്ചത്? എന്താണ് വിളിച്ചത്? 2a എല്ലാവരും എല്ലാം വിളിക്കണം നോക്കണേ. അപ്പോൾ 2a ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ്. 2a ആണ് ഡിസ്റ്റൻസ് എങ്കിൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡുള്ള ഒരു സ്ഥലത്ത് ഒരു ഡൈപോൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ +q എന്ന് പറയുന്ന ചാർജിനെ എങ്ങോട്ട് ഫോഴ്സ് ആക്ട് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണോ അതേ ഡയറക്ഷനിൽ തന്നെ എന്ത് ചെയ്യും? ഫോഴ്സ് ആക്ട് ചെയ്യും. ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? QE. ചാർജ് Q ആണ് കേട്ടോ. ഇത് +q, ഇത് -q, രണ്ട് ഈക്വൽ ഓപ്പോസിറ്റ് ചാർജാണ് ഡൈപോൾ. അപ്പോൾ പോസിറ്റീവ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യും. നെഗറ്റീവ് ചാർജിനോ? നെഗറ്റീവ് ചാർജിന് -q. നെഗറ്റീവ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് ആക്ട് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുക അല്ലേ? നമ്മൾ പഠിച്ചാണ് പോസിറ്റീവ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലും അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ത് തന്നെയായിരിക്കും? ചാർജ് Q തന്നെയാണ്. ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആയതുകൊണ്ട് മുകളിലും താഴെയില്ല ഇലക്ട്രിക് ഫീൽഡ് E തന്നെയായിരിക്കും. സെയിം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. അപ്പോൾ രണ്ടിലും ഒരേ ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു ഡൈപോളിനെ എടുത്തിട്ട് ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ രണ്ട് ഫോഴ്സുകൾ ആക്ട് ചെയ്യും. അതെന്താണ്? QE എന്ന് പറയുന്ന ഫോഴ്സ്. നമ്മൾ ടോർക്ക് പഠിച്ചോ? പഠിച്ചില്ലേ? P sin θ പഠിച്ചില്ലേ? ചുമ്മാ എന്തിനാണ് എത്ര വിശദീകരിക്കും? ഞാൻ അത് പഠിച്ചില്ലെന്ന് വിചാരിച്ചാൽ അതൊക്കെ പറയാം അല്ലേ? അപ്പോൾ ഇങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോൾ ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആയിട്ട് ചെയ്യും. അത് കാരണം അതിലൊരു കപ്പിൾ അഥവാ ടോർക്ക് ഉണ്ടാവും. ആ ടോർക്ക് കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് τ = എന്ന് തോന്നുന്നത് PE sin θ അല്ലേ? തീറ്റ എന്ന് പറയുന്നത് ഈ ഡൈപോൾ മൊമെന്റ് എങ്ങോട്ടാണ്? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ് ഡൈപോൾ മൊമെന്റ്. ആ ഡൈപോൾ മൊമെന്റിനും ഇലക്ട്രിക് ഫീൽഡിനും ഇടയിലുണ്ടാകുന്ന ആംഗിളാണ് തീറ്റ. അത് എത്ര ഡിഗ്രി ചരിച്ചു വെച്ചിരിക്കുന്നു അതാണ് തീറ്റ അല്ലേ? അപ്പോൾ ഇതാണ് P sin θ ആണ്. അതിലാക്കിയാണ് ടോർക്ക്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ട? വർക്ക് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ടത് ആദ്യം ഇതിനകത്ത് ചെയ്യുന്നു വളരെ ചെറിയൊരു ആംഗിൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യുന്നു. വളരെ ചെറിയൊരു ആംഗിൾ അല്ലേ? അതായത് വർക്ക് ഡൺ ടു റൊട്ടേറ്റ് എ സ്മോൾ ആംഗിൾ. കാരണം എന്താ? കുറച്ച് ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാവും. കൂടുതൽ റൊട്ടേറ്റ് ചെയ്താൽ എന്ത് മാറും? ടോർക്ക് മാറും. തീറ്റ മാറുന്നതിനനുസരിച്ച് ടോർക്ക് മാറും. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സാണ്. റൊട്ടേഷനിൽ കറക്കുമ്പോൾ ഫോഴ്സിന് പകരം വരുന്ന ആളാണ് ടോർക്ക്. +1 പഠിച്ചാണ് അല്ലേ ടോർക്ക്? അപ്പോൾ ടോർക്ക് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെന്റ്, അതായത് ടോർക്ക് ഇൻറ്റു അല്ലെങ്കിൽ നമുക്ക് പറയാം സ്മോൾ ആംഗിൾ വർക്ക് ഡൺ ടു റൊട്ടേറ്റ് സ്മോൾ ആംഗിൾ d θ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാനുള്ള വർക്ക് കണ്ടുപിടിക്കുക. ചെറിയൊരു ആംഗിൾ കറങ്ങുമ്പോൾ ടോർക്കിന് വലിയ വ്യത്യാസമൊന്നും വരില്ല. ടോർക്ക് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് സാധാരണ ഫോർമുല ഉപയോഗിക്കാം. ആ ചെറിയ വർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആ ടോർക്ക് അവിടെ ആക്കിയിരുന്ന ടോർക്കിനെ എന്തുകൊണ്ട് എന്ത് ചെയ്യണം? d θ കൊണ്ട് ഇൻഡ് ചെയ്യണം. d θ കൊണ്ട് ഇൻഡ് ചെയ്താൽ ഓക്കെ. d θ അതായത് അറിയാലോ, ഫോർമുല അറിയില്ലല്ലേ? റൊട്ടേഷൻ മോഷനിൽ വർക്ക് കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് ടോർക്ക് ഇൻറ്റു തീറ്റ. ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെന്റിന് പകരം ടോർക്ക്, ഡിസ്പ്ലേസ്മെന്റ് പകരം കറങ്ങുന്ന ആംഗിൾ തീറ്റ. ഓക്കെ, അപ്പം ഇതെങ്ങനെ വരും? ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? P sin θ ഇൻറ്റു d θ. P sin θ ഇൻറ്റു d θ. P sin θ d θ ആണ് നമ്മളെ ചെറിയ വർക്ക് കണ്ടുപിടിക്കേണ്ട ഫോർമുല. പക്ഷെ നമുക്ക് ചെറിയ വർക്കല്ല കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ എന്താണ് മൊത്തം വർക്ക് കണ്ടുപിടിക്കാൻ പോവുകയാണ്. വർക്ക് ഡൺ ടു റൊട്ടേറ്റ് the dipole from
സ്റ്റാർട്ട് ചെയ്യുന്ന ആംഗിൾ തീറ്റ 1 എന്ന് എടുക്കാം. തീറ്റ 1 ടു തീറ്റ 2. തീറ്റ 1 നിന്ന് തീറ്റ 2. ആദ്യം ഇരിക്കുന്ന ആംഗിൾ തീറ്റ 1. പിന്നീട് അതിനെ കറക്കി എന്ത് ചെയ്യുന്നു? തീറ്റ 2 വരെ കറക്കി കൊണ്ടുപോകാൻ എത്ര വർക്ക് ചെയ്യണമെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. വർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഏതൊരു ഇൻ്റഗ്രേറ്റ് ചെയ്യണം? തീറ്റ 1 മുതൽ തീറ്റ 2 വരെ ഏത് വർക്ക്? ആ ചെറിയ വർക്കിനെ എന്ത് ചെയ്യണം? തീറ്റ 1 മുതൽ തീറ്റ 2 വരെ എടുക്കട്ടെ. തീറ്റ 1 മുതൽ തീറ്റ 2 വരെ എന്ത് ചെയ്യണം? ആ ചെറിയ വർക്കായ DWനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആൻസർ കിട്ടും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കാരണം? കറങ്ങും തോറും ടോർക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ടോർക്ക് കോൺസ്റ്റന്റ് അല്ല. നമ്മൾ വർക്കിന്റെ പഠിച്ചിട്ടില്ലേ? ഒരേ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യണമെങ്കിൽ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ചെയ്താൽ മതി, ഇൻ്റഗ്രേഷൻ ഒന്നും ചെയ്യണ്ട. പക്ഷെ ഫോഴ്സ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചെറിയ ഡിസ്റ്റൻസ് മൂവ് ചെയ്യാനുള്ള വർക്ക് കണ്ടുപിടിച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് മൊത്തം കണ്ടുപിടിക്കും. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രൽ തീറ്റ 1 ടു തീറ്റ 2. വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് വെച്ചിട്ടുള്ളതാണ്. പി സൈൻ തീറ്റ ഡി തീറ്റ. ഇതിനെ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമ്മുടെ മൊത്തം വർക്ക് കിട്ടും. ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഫിസിക്കൽ ടു ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു. പി കോൺസ്റ്റന്റ് ആണ്. ഡൈപോൾ മൊമെന്റ് കൂടെയും പറയുന്നില്ല, അത് കോൺസ്റ്റന്റ് ആണ്. ഈ കോൺസ്റ്റന്റ് ആണ്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത് ആംഗിൾ ആണ് മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ സൈൻ തീറ്റ ഡി തീറ്റയാണ് വേരിയബിൾ. പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പി കോൺസ്റ്റന്റ് അതുപോലെ എഴുതി സൈൻ തീറ്റയുടെ ഇൻ്റഗ്രൽ എന്താണ്? മൈനസ് കോസ് തീറ്റയാണ്. എന്നിട്ട് ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടും. എന്നിട്ട് താഴെ തീറ്റ 1 മുകളിൽ തീറ്റ 2 ഇടും. ഇങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ. അറിയായിരിക്കുമല്ലോ അല്ലേ? കുറേ ചെയ്ത് കാണും. അത് തീറ്റ 1 തീറ്റ 2 ചെയ്തത് കാണാൻ പിടിച്ചാണ്. അപ്പോൾ ഇസിക്കൽ ടു പി ഇൻറ്റു, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ മുകളിൽ എഴുതിയിരിക്കുന്ന അപ്പർ ലിമിറ്റ് എടുത്ത് തീറ്റ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലേ? അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പി ഇൻറ്റു മൈനസ് കോസ് തീറ്റ 2 അപ്പർ ലിമിറ്റ് കൊടുത്തതിന് ശേഷം ഒരു മൈനസ് ഇടും. എന്നിട്ട് ലോവർ ലിമിറ്റ് കൊടുക്കും. ലോവർ ലിമിറ്റ് എടുക്കുമ്പോൾ വീണ്ടും മൈനസ് കോസ് ലോവർ ലിമിറ്റ് തീറ്റ 1 അല്ലേ? തീറ്റ 1 മുകളിൽ കിടക്കണ കൊടുക്കുന്നു, മൈനസ് ഇടുന്നു, താഴെ കൊടുക്കുന്നു. ഓക്കെ, വളരെ മനോഹരമായി നമുക്കൊരു ആൻസർ കിട്ടുന്നു. എന്താണ് വർക്ക് ഡൺ? പി ഇൻറ്റു മൈനസ് കോസ് തീറ്റ 2. ഈ മൈനസും കൂടെ എന്താവും? പ്ലസ് ആവും അല്ലേ? അത് രണ്ടും കൂടെ പ്ലസ് ആവും. അപ്പോൾ പ്ലസ് കോസ് തീറ്റ 1 അല്ലേ? അപ്പോൾ ഇതിനെ കുറച്ചുകൂടെ മനോഹരമാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? പി ഇൻറ്റു കോസ് തീറ്റ 1 ആദ്യം എഴുതാം, അത് പോസിറ്റീവ് അല്ലേ? അത് ആദ്യം എഴുതിയിട്ട് മൈനസ് കോസ് തീറ്റ 2 രണ്ടാമത് എഴുതാം. ഇപ്പോൾ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഇക്വേഷനായി. ഇതാണ് എന്തോന്ന്? വർക്ക് ഡൺ അല്ലേ? അപ്പോൾ വർക്ക് ഡൺ ടു റൊട്ടേറ്റ് എ ഡൈപോൾ ഫ്രം തീറ്റ 1 ടു തീറ്റ 2. പ്രത്യേകം ശ്രദ്ധിക്കുക, തീറ്റ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തിരിച്ചെഴുതി. തീറ്റ 1 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആംഗിളാണ്. തീറ്റ 2 ആണ് ഫൈനൽ ആംഗിൾ. അപ്പോൾ സ്റ്റാർട്ടിങ് ആംഗിളിൽ നിന്ന് ഫൈനൽ ആംഗിളാണ് മൈനസ് ചെയ്യുന്നത്. തിരിച്ചെഴുതിയാൽ നെഗറ്റീവ് വരും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ്? ഇങ്ങോട്ടുള്ള ഒരു ഈ ഡയറക്ഷനിലുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡുള്ള ഒരു സ്ഥലം. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു ഡൈപോൾ ഇരിപ്പുണ്ട്. ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവായിട്ട് ഒരു ഡൈപോൾ ഇരിപ്പുണ്ട്. ഡൈപോൾ മൊമെന്റ് ഇങ്ങോട്ടാണ്. ഇതിൻ്റെ ആംഗിൾ തീറ്റ 1 ആണ്. ഇപ്പോൾ തീറ്റ 1 ആംഗിളാണ് ഇരിക്കുന്നത്. അവനെ എനിക്ക് കറക്കണം, ഇങ്ങോട്ട് കറക്കിയതായ അവനെ ഞാൻ ഇങ്ങനെ കൊണ്ടുവച്ച് എന്ന് വിചാരിച്ചു. ഇപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇവനായിട്ടുണ്ടാവുന്ന ആംഗിൾ എത്രയാണ്? തീറ്റ 2. ആദ്യം ഇരുന്ന ആംഗിൾ തീറ്റ 1. കറക്കിയതിന് ശേഷം ഉള്ള ആംഗിൾ തീറ്റ 2 ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? പി ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. ഓക്കെ, അപ്പോൾ കോസ് തീറ്റ 1 എന്ന് പറയുന്ന ആംഗിളിൽ നിന്നും ഒരു ഡൈപോളിനെ കറക്കി തീറ്റ 2 വരെ കൊണ്ടുപോകാൻ ഇലക്ട്രിക് ഫീൽഡിൽ, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോളിനെ തീറ്റ 1 ആംഗിളിൽ നിന്നും തീറ്റ 2 കൊണ്ടുപോകാൻ ചെയ്യുന്ന വർക്ക് പി കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2 ആണ്. ഓക്കെ, ഇതാണ് എൻ്റെ ഡെറിവേഷൻ. വളരെ സിമ്പിളാണ്. കുറച്ച് ചെറിയ ഡെറിവേഷനാണ് ഇത്. വളരെ ചെറിയ ഡെറിവേഷനാണ്. എങ്ങനെയാണ്? അത് നമ്മൾ എന്ത് ചെയ്തു? ഡൈപോളിൻ്റെ അടുത്ത് ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച ആംഗിൾ തീറ്റ എന്ന് ഞാൻ ജനറലായിട്ട് എഴുതിയാണ്. തീറ്റ 1 എന്ന് വേണമെങ്കിൽ എഴുതാം. തീറ്റ 1 ആണ്. അപ്പോൾ നമുക്കറിയാം ലാറ്റിയുടെ ടോർക്ക് പി സൈൻ തീറ്റയാണ് അല്ലേ? ഇവിടെ തീറ്റ വട്ടായിട്ട് സൈൻ തീറ്റ, പി സൈൻ തീറ്റയാണ് അല്ലേ? അപ്പോൾ ആ ടോർക്ക് കാരണം ഇതുപോലെ വളരെ ചെറിയൊരു ആംഗിൾ കറങ്ങുന്നു എന്ന് വിചാരിക്കുക.
അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് പി സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ ആയിരിക്കും. ടോർക്ക് ഇൻറ്റു ആംഗിൾ, അതാണ് വർക്ക് കണ്ടുപിടിക്കേണ്ട ഫോർമുല. ഓക്കെ, ഇനി അത് ടോർക്ക് മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ ചെറിയ വർക്ക് കണ്ടുപിടിച്ചിട്ട് ഏതോട്ട് ഏതുവരെയാണോ നിങ്ങൾ കറക്കുക അതുതൊട്ട് അതുവരെ ഇതിനെ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, പി സൈൻ തീറ്റ ഡി തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിനെ പുറത്തെടുക്കുന്നു. സൈൻ തീറ്റ ഡി തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ തീറ്റ മാറി മൈനസ് കോസ് തീറ്റ വരുന്നു. എന്നിട്ട് അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു, ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പോൾ തീറ്റ 2 മൈനസും തീറ്റ 1 പ്ലസും ആവും. അവിടെ മാരെ തിരിച്ചിട്ട്, ഓക്കെ, തിരിച്ചിട്ട് ഇങ്ങനെ വിളിക്കും. ഇനി നിങ്ങൾക്ക് ഇനിഷ്യൽ ആംഗിൾ മൈനസ് ഫൈനൽ ആംഗിൾ, തീറ്റ 1 ആണ് സ്റ്റാർട്ടിങ് ആംഗിൾ കേട്ടോ. അങ്ങനെ പഠിക്കാൻ താല്പര്യമില്ല, നിങ്ങൾ പണ്ട് പഠിച്ചതനുസരിച്ച് ഫൈനൽ ആംഗിൾ മൈനസ് ഇനിഷ്യൽ ആംഗിൾ തന്നെ പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേറൊരു വഴി പറഞ്ഞുതരാം. പി അതുപോലെ എഴുതി, അപ്പോൾ ഞാൻ തിരിച്ചെഴുതി. നിങ്ങൾക്ക് തിരിച്ചു പഠിക്കാനാണ് ഇഷ്ടമെങ്കിൽ കോസ് തീറ്റ 2 ഫൈനൽ ആംഗിൾ മൈനസ് ഇനിഷ്യൽ ആംഗിൾ എന്ന് വേണമെങ്കിൽ എഴുതാം. പക്ഷേ പുറത്തെന്ത് വരും, ഒരു മൈനസ് വരും. തിരിച്ചിട്ട് അവളിൽ ഒരു മൈനസ് വരും. ആ മൈനസോട് കൂടി വേണമെങ്കിലും പഠിക്കാം, അങ്ങനെയും പഠിക്കാം. രണ്ടും ഒന്നും തന്നെ. മൈനസ് ഇട്ട ഫൈനൽ ആംഗിൾ മൈനസ് ഇനിഷ്യൽ ആംഗിൾ കോസ് തീറ്റ 2 മൈനസ് തീറ്റ 1, അല്ലെങ്കിൽ കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. ഓക്കെ ആണോ? ഹലോ, എനിക്ക് ചോദിക്കാനുണ്ടോ? ഹലോ, ഒന്ന് ചോദിക്കേ. അവിടെ കുറേ സ്പെഷ്യൽ കേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് സ്പെഷ്യൽ കേസൊക്കെ നമ്മൾ എൻട്രൻസിലൊക്കെ ഉപയോഗിക്കും. അതായത് എന്താണ്, ഇപ്പം ഞാൻ ഇത് തന്നെയാണ് ഫോർമുല, ഈ ഫോർമുല മാത്രം പഠിച്ചാലും മതി. ഇനി ഞാൻ റൊട്ടേറ്റ് ചെയ്യണം എന്താണ്, ആദ്യം ഈ ഡൈപോളിനെ ഞാൻ എന്ത് എങ്ങനെ വെച്ചു, ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണോ, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെയാണ് ഈ ഡൈപോൾ ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക. ഡൈപോൾ നെഗറ്റിവിറ്റി പോസിറ്റീവ് അല്ലേ ഡൈപോളിൻ്റെ, അത് അതേ ഡയറക്ഷനാണ് ഇരിക്കുന്നത്. അപ്പോൾ തീറ്റ 1 എത്രയാണ്, 0. തീറ്റ 1 0 ആണ്. അതിനുശേഷം ഞാൻ ഇതിനെ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. തീറ്റ 2 എത്രയോ ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു, ആംഗിൾ തീറ്റയാണ്. ഓക്കെ, അപ്പോൾ 0 ആംഗിളിൽ നിന്ന് തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാൻ എത്ര വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ ഫോർമുല തന്നെ വേണേ പ്രത്യേകിച്ച് പഠിച്ചു വെച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പി ഇ ഇൻറ്റു എന്ത് വരും, കോസ് തീറ്റ 1 0 മൈനസ് കോസ് തീറ്റ എന്ന് വരും. തീറ്റ 2 തീറ്റ ആവും. അപ്പോൾ എന്ത് കിട്ടും, പി ഇൻറ്റു കോസ് 0 എത്രയാണ്, 1 ആണ്. അതുകൊണ്ട് 1 മൈനസ് കോസ് തീറ്റ എന്ന് വരും. അപ്പോൾ വേണമെങ്കിൽ ഈ ഫോർമുല പഠിച്ച് വയ്ക്കാം. അങ്ങനെയാണ് 0 ആംഗിൾ 0യിൽ നിന്നും തീറ്റ വരെ 0 ടു തീറ്റ റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായ വർക്ക്. ഷോർട്ട്കട്ടാണ്. 0 ടു തീറ്റ ആണെങ്കിൽ ഇതെല്ലാം കൊടുത്തിട്ട് തീറ്റ മാത്രം കൊടുക്കാതെ രണ്ടും ഒരു സ്റ്റെപ്പ് ലാഭിക്കാനാണ്. കോസ് 0യുടെ വാല്യൂ കോസ് 0 ഒരു സ്റ്റെപ്പ് ലാഭിക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, പി ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഇനി അടുത്ത ഷോർട്ട്കട്ട് എന്താ, 0യിൽ നിന്ന് 90യിലോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ എത്ര വർക്കാണ് ചെയ്യേണ്ടി വരിക, പറഞ്ഞേ. 0 അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷൻ ഇരിക്കുന്നു. 0യിൽ നിന്ന് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വരും, പി ഇൻറ്റു കോസ് 0 മൈനസ് കോസ് 90 എന്ന് വരും. കോസ് 90 എത്രയാവും, കോസ് 90 0 അല്ലേ, കോസ് 90 0 ആയി പോവും. കോസ് 0 1 ആവും. അപ്പോൾ എന്ത് കിട്ടും, പി ഇൻറ്റു 1 മൈനസ് 0 എന്ന് വരും. 1 മൈനസ് 0 1 ഇൻറ്റു പി എന്നില്ല കിട്ടും. അപ്പോൾ 0 ടു 90 റൊട്ടേറ്റ് ചെയ്യേണ്ട വർക്ക് പി ആണ്, പി. ഓക്കെ, ഇങ്ങനെ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യത്തില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കിയാൽ കിട്ടും. അടുത്ത ഒരു സ്പെഷ്യൽ കേസും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്, ഡൈപോൾ ഈസ് റൊട്ടേറ്റഡ് 180 ഡിഗ്രി ഫ്രം ദ ഡയറക്ഷൻ ഓഫ് ദി ഫീൽഡ്. അതായത് 0യിൽ നിന്നും എത്ര റൊട്ടേറ്റ് ചെയ്യുന്നു, 180 റൊട്ടേറ്റ് ചെയ്യുന്നു. അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷൻ ഇരുന്നവനെ കറക്കി ഓപ്പോസിറ്റ് ഡയറക്ഷനാക്കി കറവത്തിന് വെച്ചു. അതിന് വേണ്ട വർത്താണ് എന്തോന്ന്, പി ഇ ഇൻറ്റു കോസ് 0 മൈനസ് കോസ് 180. ഓക്കെ, അപ്പോൾ പി ഇൻറ്റു കോസ് 0 എത്രയാണ്, 1. കോസ് 180 എത്രയാണ്, -1. 1 മൈനസ് -1 2 ആവും. ഇപ്പോൾ 2p എന്ന്. ഓക്കെ, 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. 0യിൽ നിന്ന് 180 റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട വർക്ക് 2p ആണ്. 2p. ഓക്കെ ആണോ? ഹലോ, ഹലോ,
ഓക്കെ, അടുത്ത പറയട്ടെ, അടുത്ത സെക്ഷൻ പോക്കാം. ആ. അടുത്ത സെക്ഷൻ അടുത്ത ടോപ്പിക്കും കൂടെ ആകുമ്പോൾ ഈ ചാപ്റ്റർ തീരും. കേട്ടോ? കപ്പാസിറ്റൻസാ സാർ? അടുത്ത ടോപ്പിക് കൂടെ ആകുമ്പോൾ ഈ ചാപ്റ്റർ തീരുള്ളൂ. കപ്പാസിറ്റൻസ് ഇല്ല. അടുത്ത പാടാണ്. കപ്പാസിറ്റൻസ് അടുത്ത പാടാണ്. ഇത് ഡൈപോളിന്റെ കറക്കവും തിരുക്കവും കറക്കണവും തിരിക്കണമൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തീർന്നില്ല, വിവരണം കൂടെ ഉണ്ട്. പിന്നെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡൈപോളിനെ കൊണ്ടുവച്ചു. ഡൈപോളിനെ കൊണ്ടുപോയിക്കാൻ ഞാൻ വർക്ക് ചെയ്യണ്ടേ? ഇലക്ട്രിക് ഫീൽഡുള്ള സ്ഥലമല്ലേ, ഇപ്പോൾ ചാർജിനെ കൊണ്ടുപോയിക്കാൻ നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരില്ലേ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡുള്ള ഒരു സ്ഥലത്ത് ഞാൻ എന്തോ എന്ന് പറയുന്ന യൂണിഫോം ഇലക്ട്രിക് ഫീൽഡുള്ള ഒരു സ്ഥലത്ത് ഞാനൊരു ഡൈപോളിനെ എന്ത് ചെയ്യുന്നു, കൊണ്ടുവയ്ക്കുന്നു. നെഗറ്റീവ് പോസിറ്റീവ് ഒരു ഡൈപോളിനെ കൊണ്ടുവയ്ക്കുന്നു. ഈ ഡൈപോളിനെ കൊണ്ടുവയ്ക്കുമ്പോൾ ഈ ഡൈപോൾ കൊണ്ടുവയ്ക്കുന്ന ആംഗിൾ എത്രയാണ്? തീറ്റ ആംഗിൾ കൊണ്ടുവച്ചു. നെഗറ്റീവ് നിന്ന് പോസിറ്റീവ് ഡൈപോൾ കൊണ്ടുവച്ചു. ഓക്കെ, തീറ്റ ആംഗിൾ കൊണ്ടുവച്ചു. അങ്ങനെ കൊണ്ടുവയ്ക്കാൻ ഞാൻ ചെയ്യുന്ന വർക്ക് എത്രയാണ്? എത്ര വർക്ക് ചെയ്താലാണ് നമുക്ക് ഇതിനെ കൊണ്ടുവയ്ക്കാൻ പറ്റുക? അത്രയും വർക്കാണ് അതിൽ എന്തായിട്ട് സ്റ്റോർ ചെയ്യുക? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. അതായത് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ ഡൈപോൾ വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഹെഡിങ് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഇത് തന്നെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഡൈപോൾ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. Electric dipole in uniform electric field. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോൾ കൊണ്ടുവച്ചാൽ നമ്മൾ അതിൽ എത്ര വർക്കായിരിക്കും ചെയ്യുക? ടെസ്റ്റുള്ള മെത്തേഡ് ഫോളോ ചെയ്യട്ടെ. HCCയിൽ ഒരു പ്രത്യേക മെത്തേഡാണ്. നല്ല രസമുള്ള മെത്തേഡാണ്, എനിക്കിഷ്ടമാണ്. നമ്മൾ CBSEയിലും സ്റ്റേറ്റിലും ഈ മെത്തേഡല്ല, വേറെ മെത്തേഡാണ്. ഇങ്ങനെ ഏതായാലും ഒരു ആൻസർ കിട്ടും. ഇനി ഞാൻ ടെസ്റ്റുള്ള മെത്തേഡ് ഫോളോ ചെയ്യാൻ പോകണേ. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം നിങ്ങൾ പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കാമല്ലേ? ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡുള്ള സ്ഥലം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് E ആണെന്ന് വിചാരിച്ചു. ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡുള്ള ഒരു സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഡൈപോളിനെ കൊണ്ടുവയ്ക്കാൻ പോകുമ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യണം? പ്ലസ് ക്യൂവിനെ കൊണ്ടുവയ്ക്കണം, പിന്നെ മൈനസ് ക്യൂവിനെ കൊണ്ടുവയ്ക്കണം. അത് ഡയറക്റ്റ് ആയിട്ട് വർക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായതുകൊണ്ട് ഞാനിവിടെ ഒരു കാര്യം ചെയ്യുന്നു. ആദ്യം ഞാൻ സ്ലോ മോഷൻ കാണുക. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, പ്ലസ് ക്യൂ ചാർജിനെ ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഒരു പ്രത്യേക സ്ഥലത്തെ പൊട്ടൻഷ്യൽ വി ആണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എങ്കിൽ വി ആണെന്ന് വിചാരിക്കാം. അപ്പം അവിടുത്തെ പൊട്ടൻഷ്യൽ വി ആണെങ്കിൽ പ്ലസ് ക്യൂവിനെ കൊണ്ടുവരാൻ ഞാൻ ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും? QV ആയിരിക്കും അല്ലേ? QV ആയിരിക്കും ഞാൻ പ്ലസ് ക്യൂവിനെ അവിടെ കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്ക്. QV ആയിരിക്കും. അടുത്ത് ഞാൻ അതേ സ്ഥലത്ത് തന്നെ അതേ സ്ഥലത്ത്, അതിൻ്റെ പുറത്തോട്ട് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഞാൻ താഴെ വരയ്ക്കുന്നു. അതേ സ്ഥലത്ത് തന്നെ ഞാനൊരു നെഗറ്റീവ് ചാർജിനെ കൊണ്ടുവയ്ക്കുന്നു. ഇൻഫിനിറ്റി എന്നാണ് കൊണ്ടുവരണം. ഇൻഫിനിറ്റി ഞാൻ നെഗറ്റീവ് ചാർജിനെ കൊണ്ടുവയ്ക്കുന്നു. അങ്ങനെ കൊണ്ടുവച്ചാൽ അപ്പോൾ ഞാൻ ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? മൈനസ് ക്യൂ. പോസിറ്റീവ് അട്രാക്ട് ചെയ്യൂലേ കൊണ്ടുവരുന്ന സമയത്ത്? പോസിറ്റീവ് അട്രാക്ട് ചെയ്യില്ല. ഓ, അപ്പൊ കൂടുതൽ നമുക്ക് കുറച്ച് ചെയ്താൽ പോലും. പോസിറ്റീവ് കാരണം അവിടെ ഒരു ചെറിയ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. അതിന് നമ്മൾ നെഗ്ലക്ട് ചെയ്യണം. അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ കുറെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. കേട്ടോ? നമ്മൾ തിയററ്റിക്കലാണ്. നമ്മൾ അവസാനം ഇതിനെ ഇവിടെ ഇങ്ങനെ തന്നെ കൊണ്ടുവയ്ക്കണം. നമ്മൾ നീക്കി വെക്കും. കേട്ടോ? അപ്പോൾ നെഗറ്റീവിനെ കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്ക് മൈനസ് ക്യൂ ബി. അപ്പോൾ മൊത്തം വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായി പോകും? 0 ആയി പോകും. അതായത് E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിൽ ഒരു പോസിറ്റീവ് ചാർജ്, ഒരു നെഗറ്റീവ് ചാർജ്, രണ്ടും ഒരേ ചാർജ്, പ്ലസ് ക്യൂ മൈനസ് ക്യൂ, ഒരേ സ്ഥലത്ത് കൊണ്ടുവയ്ക്കാൻ വർക്ക് 0 ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യം ചെയ്യാൻ എനിക്ക് വർക്കൊന്നും ചെയ്യേണ്ട. ഇപ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഓക്കെ, അതിനുശേഷം ഇതിനെ ഡൈപോളാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ നെഗറ്റീവ് ചാർജിനെ ഇങ്ങോട്ട് നീക്കണ്ടേ അല്ലേ? നെഗറ്റീവ് ചാർജിനെ നീക്കി 2L ഡിസ്റ്റൻസിൽ കൊണ്ടുവയ്ക്കണ്ടേ അല്ലേ?
ട്വൽ ഡിസ്റ്റൻസ് കൊണ്ടുവയ്ക്കണം. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജിനെ ഇങ്ങോട്ട് നീക്കി ഇവിടെ വരെ കൊണ്ടുവരാൻ ഞാൻ വർക്ക് ചെയ്യേണ്ടി വരും അല്ലേ? വർക്ക് ചെയ്യേണ്ടി വരും. അത് എത്ര വർക്കായിരിക്കും എക്സ്ട്രാ ചെയ്യുക? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് നെഗറ്റീവിനെ കൊണ്ടുവരണം. നെഗറ്റീവ് കൊണ്ടുവന്ന നെഗറ്റീവ് ഒക്കെ വരും. നമുക്ക് എന്തിനെ കൊണ്ടുവരാം? അതുപോലെ പോസിറ്റീവിനെ നീക്കാം കേട്ടോ. എന്നാണ് എളുപ്പം. നെഗറ്റീവ് അവിടെ തന്നെ ഇരിക്കട്ടെ. പോസിറ്റീവിനെ നീക്കി ഞാൻ എന്ത് ചെയ്തു? ഇവിടെ കൊണ്ടുവച്ചു. പോസിറ്റീവിനെ നീക്കി ഞാൻ അവിടെ കൊണ്ടുവച്ചു. എങ്കിൽ പോസിറ്റീവിനെ നീക്കി അവിടെ വരെ കൊണ്ടുവരാൻ ഞാൻ ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് ആ ഫോഴ്സിനെ, പോസിറ്റീവിലായിട്ടുള്ള ഫോഴ്സ് ഇങ്ങോട്ടല്ലേ, QE. എന്താ വർക്കാവാത്ത ഒന്നല്ലേ? പോസിറ്റീവിലായിട്ടുള്ള ഫോഴ്സ് ഇങ്ങോട്ട് QE ആണല്ലേ? അപ്പോൾ ആ QEക്ക് എതിരെ എനിക്ക് വർക്ക് ചെയ്ത് ഇതുവരെ കൊണ്ടുവരണം. ഈ ഡിസ്റ്റൻസ് വളരെ ചെറുതാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 2L ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും? വർക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് ഫോഴ്സ് കോൺസ്റ്റന്റ് ആയിരിക്കും. എവിടെ കൊണ്ടുപോയാലും ഫോഴ്സ് ഒരേപോലെ ആയിരിക്കും. അതുകൊണ്ട് മറ്റേ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്താൽ മതി. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? QE. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2L അല്ലേ? അപ്പോൾ ഈ 2L ഇൻറ്റു Q എന്താണ്? 2L ഇൻറ്റു Q ആണെന്ന് തോന്നുന്നു. P. അപ്പോൾ അതിനെ നമുക്കൊന്ന് എഴുതാം, PE എന്ന് എഴുതാം. PE. ഓക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൈപോളിനെ P അല്ല കേട്ടോ, ചുറ്റിപ്പോയല്ല, പ്രശ്നമുണ്ട്. നെഗറ്റീവിനെ കൊണ്ടുപോയാൽ മതിയായിരുന്നു കേട്ടോ. എന്താണ് പ്രശ്നം? നമ്മൾ പോസിറ്റീവിനെ കൊണ്ടുപോയപ്പോഴേ ഡൈപോളിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടല്ലേ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടും അല്ലേ? അപ്പോൾ ആംഗിൾ 180 അല്ലേ? അപ്പോൾ 180 കൊണ്ടുവയ്ക്കാനാണ് PE. എനിക്ക് വേണ്ടത് 180 അല്ല, 0 കൊണ്ടുവയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ 0 എന്ത് വരും? ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞ മണ്ടത്തരം പറഞ്ഞു. ആര്? ഞാൻ കുറച്ചൊന്ന് പറഞ്ഞായിരുന്നു, ആരും കേട്ടില്ല. ആരും കേട്ടില്ല. ഓക്കെ, ഞാൻ പോസിറ്റീവിനെ അല്ല കേട്ടോ കൊണ്ടുവരണം, നെഗറ്റീവിനെ തന്നെയാണ് കൊണ്ടുവരണം കേട്ടോ. നെഗറ്റീവിനെ ഞാൻ 2L ഡിസ്റ്റൻസ് കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുന്ന നെഗറ്റീവിനെ കൊണ്ട് ഇവിടെ കൊണ്ടുവയ്ക്കാൻ, നെഗറ്റീവിനെ ഞാൻ ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാവും, ഇലക്ട്രിക് ഫീൽഡും അങ്ങോട്ടാണ്, തീറ്റ 0 ആവും. അപ്പോൾ നെഗറ്റീവിനെ ഞാൻ മൂവ് ചെയ്യാൻ ചെയ്യുന്ന വർക്ക് നേരത്തെ അതുപോലെ വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് എന്ന് പറയുന്നത് -QE അല്ലെ? നെഗറ്റീവ് ചാർജിനാണ് ഞാൻ നീക്കണം. -QE ഇൻറ്റു S. S എന്ന് പറഞ്ഞാൽ 2L അല്ലേ? S എന്ന് പറഞ്ഞാൽ 2L ഡിസ്റ്റൻസ് ആണ് ഞാൻ നീക്കണം. 2L ഡിസ്റ്റൻസ് ആണ് ഞാൻ നീക്കുന്നതെങ്കിൽ QE ഇൻറ്റു 2L. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -Q ഇൻറ്റു 2Lനെ P എന്ന് എഴുതിയാൽ P -P. ഓക്കെ, തീർന്നില്ല കേട്ടോ, തീർന്നില്ല. ഇതാണ് അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന 0 ഡിഗ്രിയിൽ ഇരിക്കുമ്പോൾ അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി -P ആണ്. നമുക്ക് 0 ഡിഗ്രി അല്ല വേണ്ട, നമുക്ക് ഏത് ആംഗിളിൽ ഇരുന്നാലുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് കണ്ടുപിടിക്കേണ്ട കേട്ടോ. ഓർഡർ ഇത് ഇത്ര നേരം ഉണ്ടായിരിക്കണം ഒന്ന് പറഞ്ഞത്. ഇപ്പോൾ -P ആണ് നമ്മൾ അവിടെ ചെയ്ത പൊട്ടൻഷ്യൽ എനർജി അല്ല, വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ കറക്കാൻ പോകണം. കറക്കി ഞാൻ തീറ്റ ആംഗിളിൽ കൊണ്ടുവയ്ക്കാൻ പോകുകയാണ്. അപ്പോൾ ഞാൻ കുറേ കൂടെ എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ ഇതെന്താണ്? വർക്ക് ഡൺ ടു പ്ലേസ് ദ ഡൈപോൾ അറ്റ് 0 ഡിഗ്രി വിത്ത് ഇലക്ട്രിക് ഫീൽഡ്. 0 ഡിഗ്രിയിൽ കൊണ്ടുവയ്ക്കാൻ ചെയ്യുന്ന വർക്കാണ് -P. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യാൻ പോവുകയാണ്. വർക്ക് ഡൺ ടു റൊട്ടേറ്റ്. ഇതിനാണെങ്കിൽ നമുക്ക് ഇപ്പം കണ്ടുപിടിച്ചതിനാണെങ്കിൽ നമുക്ക് W1 എന്ന് എടുക്കാം കേട്ടോ, ചുമ്മാ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി. W1 ആണ് W1. ഓക്കെ, അടുത്ത് വർക്ക് ഡൺ ഇവിടെ സ്ലോ ആണല്ലോ. വർക്ക് ഡൺ ടു റൊട്ടേറ്റ് ഫ്രം 0 ഡിഗ്രി ടു തീറ്റ. 0 നിന്ന് തീറ്റ വരെ റൊട്ടേറ്റ് ചെയ്യണം. അതിനുള്ള വർക്ക് അത് നമ്മൾ ഫോമിൽ ആൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് വർക്ക്? ഫിസിക്കൽ, അതിന് W2 എന്ന് വിളിക്കാം. അതെന്താണ്? PE ഇൻറ്റു cos 0 - cos തീറ്റ അല്ലേ? നമ്മൾ പഠിച്ചില്ലേ? ഇപ്പോഴായിട്ട് പഠിച്ചില്ലേ? വർക്ക് ഡൺ ടു റൊട്ടേറ്റ്
കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ഫിസിക്കൽ ടു പി ഇ ഇൻറ്റു കോസ് 0 1 മൈനസ് കോസ് തീറ്റ. ഞാൻ എഴുതി 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് തെളിഞ്ഞു പറഞ്ഞത്. കമ്പ്യൂട്ടർ എന്തോ പ്രശ്നമാണ്, എല്ലാം കൂടെ താങ്ങുന്നില്ലായിരിക്കും. അപ്പോൾ പി ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ, ഇതാണ് ഞാൻ കറക്കാൻ ആവശ്യമായ വർക്ക്. ഓക്കെ, അപ്പം ടോട്ടൽ വർക്ക് എത്രയായിരിക്കും? ടോട്ടൽ വർക്ക് ആദ്യം ഞാൻ ഡൈപോളിനെ 0 ഡിഗ്രിയിൽ കൊണ്ടുവയ്ക്കാൻ ഞാൻ ചെയ്ത വർക്ക് W1, പിന്നെ കറക്കാൻ വേണ്ടി ചെയ്ത വർക്ക് W2. എല്ലാ വർക്കും കൂടെ ചേരുമ്പോൾ എന്ത് കിട്ടും? മൈനസ് പി പ്ലസ് രണ്ടാമത്തെ വർക്ക് എന്തായിരുന്നു? പി ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ അല്ലേ? പി ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ആൻസർ ആയി തീർന്നു. ഓക്കെ, നമുക്ക് ആഡ് ചെയ്യാം. ഇസിക്കൽ ടു മൈനസ് പി പ്ലസ് ഈ പി അതോട്ട് ഇന്ത്യ എന്ത് കിട്ടും? പി ഇൻറ്റു 1 പി മൈനസ് പി ഇൻറ്റു കോസ് തീറ്റ മൈനസ് പി കോസ് തീറ്റ അല്ലേ? ഇതാണ് ഞാൻ ചെയ്ത മൊത്തം വർക്ക്, ടോട്ടൽ വർക്ക്. ഇതിലെന്ത് മൈനസ് പിയും പ്ലസ് പിയും കൂടെ ആഡ് ചെയ്താൽ എന്തായി പോവും? അത് 0 ആയി പോവും അല്ലേ? ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഇവിടെ മൈനസ് ഇല്ലല്ലേ, ഇവിടെ പ്ലസ് അല്ലേ? പ്ലസ് പി അല്ലേ ഞാൻ കൊണ്ടുവരുന്നത്? പ്ലസ് പി ഇൻറ്റു കോസ് തീറ്റ പ്ലസ് പി കോസ് തീറ്റ അല്ലേ? പ്ലസ് അല്ലേ? ഞാൻ അറിയാതെ മൈനസ് ഇട്ടു, ആരും പറഞ്ഞില്ല. അപ്പോൾ പ്ലസ് പി മൈനസ് പിയും ക്യാൻസൽ ആയി പോവും. പിന്നെ ബാക്കി എന്ത് മാത്രമേ വരുള്ളൂ? മൈനസ് പി കോസ് തീറ്റ മാത്രമേ വരുള്ളൂ. ഇതാണ് ഞാൻ ചെയ്ത മൊത്തം വർക്ക്. അത് തന്നെയാണ് അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി. കേട്ടോ? പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? മൈനസ് പി കോസ് തീറ്റ. പഠിച്ചു വെച്ചോ, മൈനസ് പി കോസ്. ഡെറിവേഷൻ ഇതാണ്. അവസാനത്തെ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിൽ തീറ്റ ആംഗിളിൽ കൊണ്ടുവച്ചാൽ അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി മൈനസ് പി കോസ് തീറ്റയാണ്. വർക്ക് എന്തായിരുന്നു? കറക്കാൻ ആവശ്യമായ വർക്ക് അത് മൈനസ് അല്ല, പ്ലസ് ബി ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2 ആയിരുന്നു. ഇനി ഒരു ഡൈപോൾ തീറ്റ ആംഗിളിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ആ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് മൈനസ് പി കോസ് തീറ്റ. കേട്ടോ? പിന്നെ വേണമെങ്കിൽ വെക്റ്റർ ഫോമിൽ എഴുതാം. വെക്റ്റർ ഫോമിൽ എങ്ങനെ എഴുതാം? യു ഇസിക്കൽ ടു മൈനസ് പി കോസ് തീറ്റ വെക്റ്ററിൽ എങ്ങനെ എഴുതൂടെ? പി ഡോട്ട് പി എന്ന് എഴുതാം അല്ലേ? പി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ പി ഡോട്ട് ചെയ്യാം, ഇങ്ങനെ എഴുതാം. പിയും ഇ മാത്രമാണ് വെക്റ്റർ, യു വെക്റ്റർ അല്ല, യു സ്കെയിലർ ആണ്. അത് പറയും. നേരത്തെ മോളിൽ പി മൈനസ് കോസ് തീറ്റ, ആ കോസിന്റെ മൈനസ് അതിന് കിട്ടൂലേ? കോസിന്റെ മൈനസ് ഇവിടെ പി ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ആദ്യം 1 ഇൻറ്റു ചെയ്ത് പിന്നെ മൈനസ് കോസ് തീറ്റയിൽ ഇൻറ്റു ചെയ്ത്, അപ്പോൾ മൈനസ് പി കോസ് തീറ്റ വരുന്നു. ഓ, ഇതെങ്ങനെ എഴുതിക്കണം? പി ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഇതിൻ്റെ ചെയ്യുമ്പോൾ പി ഇൻറ്റു 1 പി. ഓക്കെ, എന്നിട്ട് ഈ മൈനസ് ഞാൻ അതുപോലെ എഴുതി. മൈനസ് എഴുതിയല്ലോ. ഓക്കെ, എന്നിട്ട് പി ഇൻറ്റു കോസ് തീറ്റ, പി കോസ് തീറ്റ. അങ്ങനെയല്ലേ? എ ഇൻറ്റു ബി മൈനസ് സി എന്ന് പറയുന്നത് എ ബി മൈനസ് എ സി എന്നുണ്ട്. ഇവിടെ ഒരാൾ വന്നിട്ട് നോക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ ഡൈപോൾ മൈനസ് പി ഡോട്ട്. കേട്ടോ? ഇനി തീർന്നില്ല. ഈ തീറ്റയുടെ വാല്യൂ ഉണ്ടല്ലോ, ഇതെപ്പോൾ മാക്സിമം ആവും, എപ്പോൾ മിനിമം ആവും. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവണമെങ്കിൽ മാക്സിമം വാല്യൂ എന്തായിരിക്കും? പ്ലസ് പി ആയിരിക്കും അല്ലേ? പ്ലസ് പി ആവണമെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്ര ആവണം? 180 ഡിഗ്രി ആവും. തീറ്റയുടെ വാല്യൂ 180 ഡിഗ്രി ആകുമ്പോൾ കോസ് 180 മൈനസ് 1 ആവും.
-1ഉം -bയും കൂടെ ചേർന്ന് +p ആവും. ശരിയല്ലേ? അല്ലേ? u is equal to -pe cos 180 വരും അല്ലേ? cos 180 വരും. cos 180 വരുമ്പോഴാണ് -pe ഇൻറ്റു cos 180യുടെ വാല്യൂ -1 അല്ലേ? അപ്പോൾ അതാണ് അങ്ങനെയാണ് അതെന്ത് പറഞ്ഞാൽ +p എന്ന് ഉത്തരം വരിക. ഓക്കെ, ഹലോ, സ്റ്റക്കാണ്. ഓക്കെ, ഇതാണ് മാക്സിമം വാല്യൂ കേട്ടോ. അപ്പോൾ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി എന്താണ്? പി ആണ് മാക്സിമം പൊട്ടൻഷ്യൽ എനർജി. മിനിമം എത്രയായിരിക്കും? മിനിമം ഏറ്റവും കുറഞ്ഞ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? മിനിമം എന്ന് പറയുന്നത് -p ആയിരിക്കും. -p ഏറ്റവും കുറവ് നെഗറ്റീവ് ആയിരിക്കും പൊട്ടൻഷ്യൽ, -p ആയിരിക്കും. അതെപ്പോഴാണ് സംഭവിക്കുക? അത് സംഭവിക്കണമെങ്കിൽ cos θ 1 ആവണം. cos θ 1 ആവണമെങ്കിൽ തീറ്റ എന്താവണം? 0 ആവണം അല്ലേ? തീറ്റ 0 ആവണം. തീറ്റ 0 ആകുമ്പോഴാണ് u is equal to -pe ഇൻറ്റു cos 0 വരും. അതായത് -pe വരും കേട്ടോ. ഞാനിത് ഏകദേശ കണക്ക് വെച്ചാണ് എഴുതുന്നത് കേട്ടോ. അതൊന്നും തെളിയുന്നില്ല. എഴുതി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴാണ് തെളിഞ്ഞത്. -p എന്ന്. ഓക്കെ, ഇങ്ങനെ ചുമ്മാ തിയററ്റിക്കലായിട്ട് മാത്സ് വെച്ച് പഠിച്ചാൽ പോരാ. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് റൈറ്റിലോട്ടാണെങ്കിൽ ഡൈപോൾ ഇരിക്കുന്നത് എങ്ങനെയായിരിക്കും? ഡൈപോൾ ഇരിക്കുന്നത് ഓപ്പോസിറ്റ്, അതായത് ഇവിടെ നെഗറ്റീവും അപ്പുറത്ത് പോസിറ്റീവ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മാക്സിമം ഡൈപോൾ, മാക്സിമം പൊട്ടൻഷ്യൽ എനർജി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മാക്സിമം. മിനിമം ആവുന്ന എപ്പോഴാണ്? 0 അല്ലേ? 0 എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണം? ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ ഡൈപോൾ ഇരിക്കുക, നെഗറ്റീവ് പോസിറ്റീവ്. ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മിനിമം. ഇനി പൊട്ടൻഷ്യൽ എനർജി 0 ആവും. എപ്പോൾ ആവും? തീറ്റ 90 ആയ 0 ആയിപ്പോവും. cos 90 0 അല്ലേ? പൊട്ടൻഷ്യൽ എനർജി ബിക്കം 0. പൊട്ടൻഷ്യൽ എനർജി 0 ആവും. എപ്പോൾ? തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ. തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? u is equal to 0. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആ ചാപ്റ്റർ. 2 ഫോമുലയാണ് നമ്മളൊന്ന് പഠിച്ചത്. w is equal to cos θ 1 - cos θ 2. അത് റൊട്ടേറ്റ് ചെയ്യാൻ പൊട്ടൻഷ്യൽ എനർജി -p ഡോട്ട് e അല്ലെങ്കിൽ -p ഡോട്ട് e അല്ല pe cos θ. പിന്നെ നമ്മൾ പഠിച്ചതാണ് സിസ്റ്റം ഓഫ് ചാർജസ്. കുറേ ചാർജസ് ഉണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കേണ്ട ഫോമുല Q1 Q2/R12 പ്ലസ് ആ ഫോമുല 1/4 വെച്ച്. വേറെ ഒന്നും പഠിച്ചില്ലല്ലോ. പിന്നെ ഇക്വിപോളർ സർഫസിൻ്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇത്രയും പഠിച്ചു വയ്ക്കുക. അടുത്ത ക്ലാസ് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കാം. സ്കൂളിൽ ഏതൊരു പഠിച്ചെടുത്തിയാ? സാറേ ആദ്യം തൊട്ട് കാണിക്കോ? സ്ക്രീൻഷോട്ട് എടുക്കുക. ഇല്ല, സ്ക്രീൻഷോട്ട് ഇല്ല. സാർ എന്നിട്ട് എഴുതിയെടുക്കാം, എന്നിട്ട് നോട്ട് എഴുതിയെടുക്കാം.